1955 ജൂൺ 10 അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. മുണ്ടക്കയത്തെ ചന്തയിലൂടെ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് നടക്കുകയാണ് സുരേന്ദ്രനാഥ തിലകൻ. ഹിന്ദി വിദ്വാൻ പരീക്ഷ എഴുതണം. അതിന് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയാണ് തിങ്കളാഴ്ച. മുണ്ടക്കയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിലുള്ള ട്രഷറിയിൽ കൊണ്ടുചെന്നാണ് ഫീസ് അടയ്ക്കേണ്ടത്, 60 രൂപ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കയ്യിൽ പണമില്ല. നാടകം കളിച്ചൊക്കെ നടക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണമോ പണമോ കിട്ടില്ല. അതുകൊണ്ട് പരീക്ഷാ ഫീസ് ചോദിക്കാനാവില്ല. അങ്ങനെ നടക്കുമ്പോൾ മുണ്ടക്കയത്തുള്ള ഒരു ആര്യവൈദ്യശാലയ്ക്ക് മുന്നിലെത്തി. അവിടുത്തെ ജനാർദ്ദന വൈദ്യർ അച്ഛൻ്റെ സുഹൃത്താണെങ്കിലും തന്നോടും വലിയ സ്നേഹമൊക്കെയുള്ള ആളാണെന്ന് തിലകൻ അറിയാം. നേരെ അവിടേക്ക് കയറി ചെന്നു. തിലകന്റെ പരിങ്ങിയുള്ള ഇരിപ്പ് കണ്ട് ജനാർദ്ദനൻ വൈദ്യൻ കാര്യം അന്വേഷിച്ചു. ആവശ്യം കേട്ടാൽ കയ്യിലുള്ള കാശ് തനിക്ക് തരുമെന്നായിരുന്നു തിലകന്റെ പ്രതീക്ഷ. പക്ഷെ തിലകന് പണം കൊടുത്താൽ അച്ഛനുമായുള്ള സൗഹൃദം മുറിയുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിരസിച്ചു. അവിടെ നിന്നിറങ്ങുമ്പോൾ തിലകന്റെയും വൈദ്യരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. രണ്ടുപേരും നിസ്സഹായർ. തിലകൻ എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. സന്ധ്യയായി, ഒന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ നടന്ന് ഒരു പുഴക്കരയിലെത്തി. അപ്പോഴാണ് ആ പുഴക്കരയിലെ വീട്ടിൽ നിന്ന് തട്ടും മുട്ടും ബഹളവും ഹാർമോണിയത്തിന്റെ ശബ്ദവുമെല്ലാം കേൾക്കുന്നത്. ചൂട്ടിന്റെയും മണ്ണെണ്ണ വിളക്കിന്റെയും വെളിച്ചത്തിൽ അവിടെ നാടക റിഹേഴ്സൽ നടക്കുകയാണ്. തിലകൻ ഏറെ നേരം അത് നോക്കി നിന്നു. അപ്പോഴാണ് തിലകന്റെ ഒരു സുഹൃത്ത് അക്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പ്രധാന കഥാപാത്രം ചെയ്യുന്നയാൾ അത്ര നന്നായല്ല വേഷം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തിലകൻ ആ വേഷം അഭിനയിക്കണമെന്നാണ് സുഹൃത്തിന്റെ ആവശ്യം. തിലകൻ ഒരു നിമിഷം ആലോചിച്ചു. ഒടുവിൽ തന്റെ മറ്റെല്ലാ സ്വപ്നങ്ങളെയും മറ്റൊരു വഴിക്കാക്കി ആ കഥാപാത്രമാവാൻ തിലകൻ തീരുമാനിച്ചു. അതായിരുന്നു തുടക്കം. തിലകൻ എന്ന മഹാനായ നടനിലേക്കുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. തിലകൻ ഒരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ ഓർക്കാം. നാടകത്തിൽ അഭിനയിക്കാനായി കോളേജ് പഠനം ഉപേക്ഷിക്കാനിരുന്ന സമയം 1956 വർഷം. അന്ന് കൊല്ലം SN കോളേജിലാണ് തിലകൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ പ്രൊഫസർ ശിവപ്രസാദ് തിലകൻ പഠനം ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ധൈര്യമായിട്ട് പോ, ഡോക്ടറായില്ലെങ്കിൽ എന്താ, നീ ഒരു നല്ല നടനാവും എന്ന് അദ്ദേഹം പറഞ്ഞ തിലകൻ ഓർക്കുന്നു. എന്നിട്ട് തിലകൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വിളക്കുടയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ തീനാളത്തിൽ കൈയൊന്നു തൊടാൻ ആർക്കും സാധിക്കില്ല. ജീവിതം ഒരു അപാര സാഗരമാണ്. തിരാഞ്ഞടിക്കും, പാടും, തേങ്ങിക്കരയും. തീരത്ത് ഭയന്ന് നിൽക്കരുത്, ആഴങ്ങളിലേക്ക് എടുത്തു ചാടുക. പൊങ്ങി വന്നില്ലെന്ന് വരും, സാരമില്ല, പൊങ്ങി വന്നാൽ കയ്യിൽ മുത്തുണ്ടായിരിക്കും. അതാണ് തൻ്റെ ഇടത്തോടെ അഭിനയമാവുന്ന സാഗരത്തിലേക്ക് എടുത്തു ചാടി മുത്തും കൊണ്ട് പൊങ്ങി വന്ന തിലകൻ. വൈരത്തോട് മാറ്റുരയ്ക്കുന്ന അഭിനയം നമുക്കായി തന്ന ഒരേ ഒരു തിലകൻ. സിനിമയിലും പുറത്തും അയാൾ നിഷേധിയായിരുന്നു. ആദ്യം അയാൾ നിഷേധിച്ചത് വീട്ടുകാരെ. മുണ്ടക്കയത്തെ എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു തിലകന്റെ അച്ഛൻ കേശവൻ. പത്തനംതിട്ട അയിരൂരിലായിരുന്നു ജനനമെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുടുംബം മുണ്ടക്കയത്തേക്ക് മാറുന്നു. പക്ഷേ സ്കൂൾ കാലഘട്ടം മുതൽ നാടക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന തിലകനെ വീട്ടിൽ ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളോളം അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒന്നും തിലകനോട് മിണ്ടിയത് പോലുമില്ല. കർക്കിടക മാസത്തിലെ തോരാത്ത മഴയിൽ വിശന്ന് വലഞ്ഞിരുന്ന തിലകന് 6 ദിവസം വരെ ഭക്ഷണം കൊടുത്തതുമില്ല. അങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിളകുമെന്നായിരുന്നു വീട്ടുകാരുടെ വിശ്വാസം. പക്ഷെ തിലകൻ എന്ന തൻ്റെ അടി അനങ്ങിയില്ല, ഒരു ഇഞ്ചു പോലും. വീടിന്റെ മൂലയിൽ കുഴിച്ചിട്ടിരുന്ന കപ്പയുടെ മൂടുമാന്തി പച്ചക്കപ്പ കഴിച്ച് വിശപ്പടക്കിയ തിലകൻ ഒടുവിൽ വീട് വിടാൻ തീരുമാനിക്കുന്നു. 1955 തൻ്റെ 19ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് റോഡിലേക്കുള്ള നീണ്ട പടവുകൾ ഇറങ്ങി അദ്ദേഹം യാത്ര തിരിച്ചു. തിരിഞ്ഞൊന്ന് നോക്കിയത് പോലുമില്ല. പിന്നീട് വീട്ടുകാരാരുമായും ഒരു ബന്ധവുമില്ല. നീണ്ട 35 വർഷങ്ങൾ അമ്മയെപ്പോലും പിന്നീട് കണ്ടില്ല. പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ നാടക പ്രവർത്തനത്തിനിറങ്ങിയ തിലകൻ ആദ്യം മുണ്ടക്കയത്ത് തന്നെ കൂട്ടുകാരോടൊപ്പം മുണ്ടക്കയം നാടക സമിതി രൂപീകരിക്കുകയായിരുന്നു. മറ്റൊരു അഭിനയ പ്രതിഭയായിരുന്ന PJ ആന്റണിയുടെ ഞങ്ങളുടെ മണ്ണാണ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് തിലകൻ നാടക സംവിധാനത്തിലേക്ക് കടക്കുന്നത്. 1966 വരെ KPSCയിലായിരുന്നു തിലകന്റെ പ്രവർത്തനം. പിന്നീട് കാളിദാസ കലാകേന്ദ്രം, ചങ്ങനാശ്ശേരി ഗീത, PJ ആന്റണി സമിതി, അങ്ങനെ നിരവധി ട്രൂപ്പുകളുടെ ഭാഗമായി അദ്ദേഹം. 20ഓളം നാടക സംഘങ്ങളിലെ മുഖ്യ സംഘാടകനായിരുന്നു തിലകൻ. 43 നാടകങ്ങൾ സംവിധാനം ചെയ്ത് 10,000-ലധികം വേദികളിൽ നാടകം കളിച്ചു.
സിനിമയിലേക്കുള്ള ചുവടുവയ്പ് അത് സംഭവിച്ചത് 1973 PJ ആന്റണി സംവിധാനം ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഗന്ധർവ ക്ഷേത്രത്തിലും ചെറിയൊരു വേഷം. എന്നാൽ പിന്നീട് 6 വർഷം അദ്ദേഹത്തിന് സിനിമ ഒന്നും ലഭിച്ചില്ല. നാടകത്തിൽ തന്നെ പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച 6 വർഷങ്ങൾക്കിപ്പുറം 1979 ഉൾക്കടലിൽ അഭിനയിച്ച് വീണ്ടും വെള്ളിത്തിരയിലേക്ക്. പിന്നീട് തിലകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മാറി മാറി വന്ന കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമയിൽ ജീവിക്കുകയായിരുന്നു. 1981 കോലങ്ങൾ എന്ന സിനിമയിൽ കള്ളുവർക്കി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് ആ യാത്രയ്ക്ക് ശരിക്കും തുടക്കമായതെന്ന് വേണമെങ്കിൽ പറയാം. മുഴുക്കുടിയനായ വർക്കി പ്രേക്ഷകരുടെ മനസ്സിൽ തറഞ്ഞു നിന്നു. പിന്നീട് യവനിക വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ആ സിനിമ തിലകന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിക്കൊടുത്തു. വക്കച്ചൻ എന്ന കഥാപാത്രത്തിന്റെ അസാമാന്യമായ അഭിനയത്തിൽ കലാലോകം ഒന്നടങ്കം തിലകനെ കൈയടിച്ചു. പ്രേക്ഷകരുടെ ഉള്ളിൽ തിലകനല്ല, അദ്ദേഹം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾ നിറയാൻ തുടങ്ങി. പെരുന്തച്ചന്റെ ആത്മസംഘർഷം, വിധിക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന കിരീടത്തിലെ അച്യുതൻ നായർ, സ്ഫടികത്തിലെ ചാക്കോ മാഷ്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ ക്രൂരനായ പോൾ പൈലോക്കാരൻ, മൂന്നാം പക്കത്തിലെ സ്നേഹത്തിന്റെ നിറകുടമായ തമ്പി, അങ്ങനെ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളെ എടുത്തു പറഞ്ഞാലാണ് തിലകൻ എന്ന നടൻ പൂർത്തിയാവുക. 100 കണക്കിന് കഥാപാത്രങ്ങൾ. അതിൽ ഒന്നിലും തിലകൻ എന്നയാൾ ഉണ്ടായിരുന്നില്ല. ഒന്നൊന്നിനോട് സാദൃശ്യം വയ്ക്കാൻ കഴിയാത്ത, ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത കഥാപാത്രങ്ങളായി തന്നെ, അഭിനയത്തിന്റെ ഓരോരോ ഏടുകളായി തന്നെ ഓരോ കഥാപാത്രവും നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ എല്ലാം പ്രത്യേകത. തിലകൻ ചിലപ്പോൾ ഡോക്ടറാവും, വികാരിയച്ഛനാവും, ഗ്രഹനാഥനാവും, അധ്യാപകനാവും, കള്ളുകുടിയനും, വഷളനും, വില്ലനും എല്ലാം ആവും. പക്ഷെ ഓരോ വില്ലനും ഓരോ മുഖമായിരിക്കും. ഓരോ അധ്യാപകനും ഓരോരുത്തരായി തന്നെ വേറിട്ട് നിൽക്കും. സന്ദേശത്തിലെയും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെയും അങ്ങനെ എത്രയോ സിനിമകളിലെ അച്ഛൻ വേഷം ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനോട് സമാനമായി തോന്നുമോ? ഇല്ല. അതാണ് തിലകൻ. കയ്യടക്കത്തോടെ കഥാപാത്രമായി മാറുന്ന അഭിനയത്തിന്റെ കുലപതി. നായക സങ്കല്പങ്ങളൊന്നും തിലകന് ചാർത്തി നൽകിയിട്ടില്ല. എന്നാൽ അഭിനയിച്ച സിനിമകളിലെല്ലാം യഥാർത്ഥ നായകനായി പ്രേക്ഷകരിൽ തിളങ്ങിയ, നടനത്തിന്റെ പൂർണ്ണത എന്ന വാക്ക് പലപ്പോഴും ഓർമ്മപ്പെടുത്തിയ ഒരു നടൻ. തിലകനൊപ്പം നിൽക്കുമ്പോൾ പ്രമുഖ താരങ്ങളുടെ ഉൾപ്പെടെ താരത്തിളക്കത്തിന് ചെറിയ മങ്ങലേൽക്കും. ഒരു പക്ഷേ അതായിരിക്കും തിലകന് നേരിട്ട തിരിച്ചടികൾക്ക് പ്രധാന കാരണമായതും. പണ്ട് SN കോളേജിൽ പഠിക്കാൻ ചേർന്ന ആദ്യ ദിവസം തിലകനെ ഓഫീസിലേക്ക് ആളയച്ച് വിളിപ്പിക്കുന്നു. എന്താണ് കാര്യമെന്നറിയാതെ തിലകൻ ചെല്ലുമ്പോൾ കർക്കശ സ്വരത്തിലുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് നേരെ വരുന്നത്. ആപ്ലിക്കേഷനിൽ 2 കോളങ്ങൾ പൂരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? തിലകൻ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കി വീണ്ടും ചോദ്യം. ജാതി മതം കോളം പൂരിപ്പിച്ചിട്ടില്ല, അതെന്താ? തിലകൻ ഒന്ന് ചിരിച്ചു. സാറേ, ഞാനൊരു ശ്രീനാരായണ ഗുരു വിശ്വാസിയാ. ജാതിയും മതവും ചോദിക്കരുതെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എനിക്ക് ജാതിയും മതവും ഇല്ല. അത് പൂരിപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ടാ ചെയ്യാത്തത്. കോളേജിലുള്ളവർക്ക് വിശ്വസിക്കാനായില്ല. കോളേജിൽ ആദ്യമായി എത്തിയ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഇത്രയും ധിക്കാരവും നിഷേധവും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആദ്യ ദിവസം തന്നെ കോളേജിൽ ബ്ലാക്ക് ലിസ്റ്റിലായ തിലകൻ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും എന്തും വെട്ടിത്തുറന്ന് പറയുന്ന, ആരെയും ഭയക്കാതെ തൻ്റെ ഇടത്തോടെ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന തിലകനെയാണ് കേരളം കണ്ടത്. ഒരു സംവിധായകനെതിരെ കയ്യോങ്ങി സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോന്ന തിലകനെ കാത്തിരുന്നത് വിലക്കുകളുടെ പെരുമഴയാണ്. സൈൻ ചെയ്ത ചിത്രങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടു. തിലകൻ ഉണ്ടെങ്കിൽ പ്രമുഖരാരും അഭിനയിക്കാൻ വരില്ല, ആരും സിനിമ എടുക്കില്ല. എന്നാൽ അക്കാലത്തും തിലകൻ പോരാടി. ആർക്കും വഴങ്ങാതെ തൻ്റെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. താരസംഘടനയായ അമ്മയുടെ കണ്ണിലെ കരടായിരുന്നു തിലകൻ. നിരവധി തവണ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു ശേഷം അദ്ദേഹത്തെ അമ്മയിൽ നിന്ന് പുറത്താക്കി. ഇതിന് പിന്നാലെ പരസ്യ വിമർശനങ്ങളുമായി തിലകൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഫെഫ്കയും മാക്ടയുമായും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 2010 ഫെബ്രുവരിയിലാണ് തിലകനും സംഘടനകളും തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. ഫെഫ്കയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിൽ നിന്ന് തിലകനെ പുറത്താക്കി. വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചു എന്ന കാരണത്താലാണ് അതെന്ന് റിപ്പോർട്ടുകൾ വന്നു. മുൻനിര നടന്മാരെല്ലാം ഈ വിലക്കിന് പിന്നിലുണ്ടെന്നും മലയാള സിനിമയിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും തിലകൻ തുറന്നു പറഞ്ഞത് അപ്പോഴാണ്. മാപ്പ് പറയണമെന്ന് അമ്മ പറഞ്ഞു. എന്നാൽ തന്നെ വിലക്കിയതിന്റെ കാരണം വ്യക്തമല്ലാതെ മാപ്പില്ലെന്ന് തിലകൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇക്കാലം അത്രയും സിനിമയിൽ നിന്ന് മാറി പുതിയ നാടക ട്രൂപ്പുമായി സഞ്ചരിക്കുകയായിരുന്നു തിലകൻ. അക്ഷരജ്വാല എന്ന നാടക ട്രൂപ്പ് തുടങ്ങി ഇതോ ദൈവത്തിന്റെ നാട് എന്ന നാടകം 83 സ്റ്റേജുകളിൽ കളിച്ചു. അനാരോഗ്യമുള്ള നടന് 3 മണിക്കൂർ സ്റ്റേജിൽ നിൽക്കേണ്ടി വന്നു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അതിന് പിന്നിലുണ്ടായിരുന്നതെങ്കിലും ആ നിൽപ്പിന് മലയാള സിനിമയിലെ പലരും ഉത്തരവാദികളായിരുന്നു എന്ന് പറയാതെ തരമില്ല. സോക്രട്ടീസ് ആയി വേഷം കെട്ടി ഒരു നാടകം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ അതിനുള്ള കാര്യങ്ങൾ നീക്കുന്നതിനിടെ വീണ്ടും സിനിമയിലേക്ക് ക്ഷണം.
2011 ഇന്ത്യൻ റുപ്പിയിലെ ശക്തമായ കഥാപാത്രമായി തിലകന്റെ മടങ്ങിവരവ്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് പൃഥ്വിരാജിന്റെ കഥാപാത്രം തിലകനെ നോക്കി ചോദിക്കുമ്പോൾ മറുപടിയായുള്ള തിലകന്റെ പൊട്ടിച്ചിരി മലയാളികളുടെ നെഞ്ചിൽ ചെന്ന് തറച്ചു. പിന്നീട് ഉസ്താദ് ഹോട്ടൽ ഉൾപ്പെടെ ഒരുപിടി ചിത്രങ്ങൾ. ഒടുവിൽ അഭിനയിച്ച സീൻ 1 നമ്മുടെ വീട് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തെ അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. മരണം വരെ അഭിനയ സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങണമെന്ന ആ മനുഷ്യന്റെ ആഗ്രഹം അത് ഒരുപക്ഷെ നടന്നിരിക്കണം. 2012 സെപ്റ്റംബർ 24 77ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. 57 വർഷത്തെ കലാജീവിതം അവിടെ അവസാനിച്ചു. പക്ഷേ തിലകൻ എങ്ങനെ മരിക്കും? അനശ്വരന്മാരായ കലാകാരന്മാർക്ക് മരണമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത്, ചെയ്തത്, അതിലെല്ലാം ഉപരി അഭിനയിച്ച് നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന എണ്ണമറ്റ കഥാപാത്രങ്ങൾ, അതിലൂടെയെല്ലാം തിലകൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ ശിവാജി ഗണേശനെ കുറിച്ച് തിലകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ കണ്ട എക്കാലത്തെയും ഡീറ്റെയിൽഡ് ആക്ടർ. ഈ വിശേഷണത്തിന് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു ആക്ടറേ ഉള്ളൂ, അത് തിലകനാണ്.